കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 36-ാമത് വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്ന് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, കർമ്മേൽ എന്ന മലയുടെ മുകളിൽ സ്തോത്രം 850 ബാലിന്റെയും അശേര പ്രവാചകന്മാരുടെ മുൻപിൽ വെച്ച് നടത്തുന്ന ഏലിയാവിന്റെ യാഗം വളരെ ശ്രദ്ധേയമാണ്. 3.5 ആണ്ടുകൾ കെരീത്തുതോട്ടിന്റെ സ്തോത്രം അല്ലെങ്കിൽ അരികിലും സാരമാത്തിലും ഇരവിയുടെ വീട്ടിലുമായി ഒളിച്ചിരിപ്പിന്റെ കാലാവധി കഴിഞ്ഞ് ദൈവം ഏലിയാവിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഭാഗം നമുക്ക് ഏവർക്കും പരിചിതമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് ആത്മാവിൽ കൈമാറുകയാണ്. എല്ലാ ദൈവ മനുഷ്യർക്കും എല്ലാ ദൈവ അഭിഷക്തന്മാർക്കും ഒരു ഒളിച്ചിരിപ്പിന്റെ കാലഘട്ടമുണ്ട്. സ്തോത്രം. ശക്തനായിരുന്ന ഏലിയാവെന്ന ദൈവത്തിന്റെ പ്രവാചകൻ സ്തോത്രം. പക്ഷെ ഒരു കാലഘട്ടം മുഴുവൻ വെളിയിൽ വരാൻ കഴിയാതെ, പുറത്തു വരാൻ കഴിയാതെ ഒളിച്ചിരുന്ന ഒരു കാലഘട്ടം ഏലിയാവിന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് ഞാൻ ആത്മാവിൽ കൈമാറുമ്പോൾ സ്തോത്രം, മറഞ്ഞു കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, ചില ശുശ്രൂഷകന്മാരെ പുറത്തെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഏലിയാവേ, നീ എന്തിനാ മറഞ്ഞിരുന്നേ എന്ന് ചോദിച്ചാൽ ഏലിയാവിൻ്റെ ഒരു മറുപടി പറയാനുണ്ട്. കർമ്മേൽ എന്ന മലയുടെ മുകളിൽ ഒരു വെളിപ്പെടുത്തൽ എനിക്ക് വേണ്ടി ഒരുങ്ങി വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ഇന്ന് പകലിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. സ്തോത്രം. ഒളിച്ചിരിപ്പിന്റെ കാലാവധി കഴിഞ്ഞ്, മറഞ്ഞിരിപ്പിന്റെ കാലാവധി കഴിഞ്ഞ് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ആ പുറത്തു കൊണ്ടുവന്ന മേഖലയാണ് ഏലിയാവിന്റെ ജീവിതത്തിൽ കർമ്മേൽ എന്ന മലയുടെ മുകളിൽ വെളിപ്പെട്ടു വന്നത്. ശ്രദ്ധിച്ച്, 850 അശേരിന്റെയും ബാലിന്റെയും പ്രവാചകന്മാർ എതിരെ നിൽക്കുകയാണ്. സ്തോത്രം. അതിന്റെ മുൻപിൽ ഏലിയാവെന്ന ദൈവമനുഷ്യൻ പറയുകയാണ്, സ്തോത്രം, തീ കൊണ്ട് ഉത്തരമറിയുന്ന ദൈവമാരോ അവനാണ് ദൈവമെന്നിരിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചു. സ്തോത്രം. അങ്ങനെ 850 സ്തോത്ര പ്രവാചകന്മാർക്ക് ഏലിയ അവസരം കൊടുത്തു. എന്നാൽ സ്തോത്രം, അവർ ഉച്ച കഴിയുന്നത് വരെ നിലവിളിച്ചിട്ടും അവരുടെ ദൈവം അവർക്ക് മറുപടി കൊടുത്തില്ല. അനന്തരമായിട്ട് സ്തോത്രമല്ല, ഏലിയാവെന്ന ദൈവമനുഷ്യൻ യാഗപീഠം ഒരുക്കി, യാഗപീഠം പണിത് സ്തോത്രം, അതിനുവേണ്ടി ക്രമീകരണങ്ങൾ നടത്തി. സ്തോത്രമല്ലേലൂയ, യാഗവസ്തുവിനെ കൊണ്ടുവന്ന് തലകണ്ണിച്ച് വാലുകെട്ട് ചെയ്ത് സ്തോത്രം ശുദ്ധീകരിച്ച് മേധസ് വെട്ടി യാഗപീഠത്തിന്മേൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് വെളിപ്പെട്ടു ഇവിടെ നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇടവന്ന ഒരു ഭാഗം ഞാൻ നിങ്ങൾ നിശ്ചയമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൽ നീ ദൈവമെന്നും ഈ കാര്യങ്ങൾ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. സ്തോത്രം. എന്താ അതിന്റെ അർത്ഥം? ഏലിയാവിനൊരു ദൈവപ്രവർത്തിക്കായിട്ട് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. 1, നീ ദൈവമെന്ന് ഇവരറിയണം. അടുത്ത്, ഞാൻ അങ്ങയുടെ ദാസനെന്ന് ഇവരറിയണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് നിന്റെ കൽപ്പന പ്രകാരമെന്ന് സ്തോത്രം ഇവരറിയണം. അതിനുവേണ്ടി ഇന്ന് അത് വെളിപ്പെട്ട് വരുമാറാകട്ടെ എന്ന് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ ദൈവ പൈതലെ, പ്രിയ ദൈവദാസനെ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ഒരു ദൂത് കൈമാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ദാസനെന്ന്, നീ ദൈവത്തിന്റെ പൈതലെന്ന്, സ്തോത്രം. ഹല്ലേലൂയ. നീ സേവിക്കുന്ന ദൈവമാണ് സാക്ഷാൽ ദൈവമെന്ന് സ്തോത്രം. ഇസ്രായേൽ അറിയത്തക്ക രീതിയിൽ, ദൈവജനം അറിയത്തക്ക രീതിയിൽ, ദേശം അറിയത്തക്ക രീതിയിൽ, സമൂഹം അറിയത്തക്ക രീതിയിൽ, നിന്റെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സുഹൃത്തുക്കൾ, സഹവിശ്വാസികൾ അറിയത്തക്ക രീതിയിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ അത് വിശ്വസിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുക്കുക. ഇന്നത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുത്തെ ചിറകിന്റെ മറവിൽ കർത്താവ്
കർത്താവ് അവിടുന്ന് ഞങ്ങളെ മറച്ചാട്ട്, അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകട്ടെ. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ സ്വർഗമിടയാക്കണം. മറിഞ്ഞു കിടക്കുന്ന പലരെയും ദൈവം പുറത്തു കൊണ്ടുവരണമേ. ദൈവമാരെന്ന് അവരുടെ കർത്താവ് സഹോദരങ്ങൾ, ചുറ്റുപാടുകൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ അറിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവർത്തിയെ അവിടെ നിന്ന് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.